എന്താണിത്? ചാകാനായിട്ട് ഇറങ്ങും. വണ്ടിക്ക് വട്ടം ചേർന്നോടാ. എവിടെന്ന് വരണടാ കുറ്റിയും പറിച്ച്? ആ പിറകിലേക്ക് കാണുമ്പോ ആ മോടറായി ഈ പിള്ളേടത്തൊന്നൊരു കണ്ണു നോക്കൂലെന്നേ. ചവിട്ടിയിട്ട് കിട്ടിയത് എന്റെ ഭാഗ്യം. എവിടേക്കാ? ഇതാ നിന്നോടാ ചോദിച്ചത്. ടൗണിലേക്കാ. ടൗണിലേക്കാ? ഏത് ടൗണിലേക്ക്? പറവൂർ. ചെറായി. റോഡ് ക്രോസ് ചെയ്യുമ്പോ നോക്കണ്ടാ. ഈ പോസ്റ്റ് ഒട്ടിക്കലുണ്ട്. ഇനിയുള്ള കാലം മുഴുവൻ ജീവിക്കാൻ പറ്റുമോ? ഒന്ന് മാറ്റി പിടിച്ചൂടെ? എന്താടാ സ്കൂളിലെ കൂട്ടുകാരുടെ മുന്നിൽ നിനക്ക് നാണക്കേടുണ്ടോ ഇത് പറയാൻ? ഏയ് ഒന്ന് പോവച്ചാ, ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. പിന്നെന്താ? ഈ ഇന്റർനെറ്റും ഫേസ്ബുക്കും വാട്സാപ്പ് ഒക്കെ ഉള്ളപ്പോ ഇനി എത്ര കാലം ഈ പോസ്റ്ററിനൊക്കെ ആയുസുണ്ട്? എടാ, ഇന്ത്യയിലെ ജനസംഖ്യ എത്രയെന്നറിയോ? അതിൽ ഭൂരിപക്ഷം പേരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്. വെറും 34% പേരെ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവരായിട്ടുള്ളൂ. ഈ ദാരിദ്ര്യമൊക്കെ നിലനിന്നാലല്ലേ നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ നിലനിൽപ്പുള്ളൂ. അപ്പോ ഇപ്പോഴത്തെ നേതാക്കന്മാരൊക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പോസ്റ്ററുകൾക്കും ആയുസുണ്ടാവും. പിന്നെ നീ നേരത്തെ പറഞ്ഞ ഇന്റർനെറ്റുകാരനും സിനിമാ പോസ്റ്റർ കണ്ടാലോ ഒന്ന് നിന്ന് നോക്കും. അത് ശരിയാ. അടുത്ത ഒരു 25 കൊല്ലത്തേക്ക് ഇതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാവാൻ പോണില്ല. നിന്റെ കാലത്ത് നീ ഇത് ചെയ്യണ്ട, പഠിച്ചു വലിയ ജോലിക്കാരനാവാൻ നോക്കട്ടെ. മോന പശപാത്രം എടുക്ക, അച്ഛൻ ഇവിടെ നിന്ന് തുടങ്ങാം. ദേടാ അങ്ങോട്ട് നോക്കി, ഇതുവരെ കാണാത്ത കക്ഷിയാണ്. നമ്മുടെ സ്ഥലത്ത് നമ്മളറിയാത്ത ഒരാളോ? എന്താടാ അയാൾ ചോദിച്ചത്? അയാളുടെ പശപാത്രം താഴെ വീണു, കുറച്ച് പശ കൊടുക്കൊന്ന് ചോദിച്ചതാ. അപ്പൊ പരിചയമില്ലാത്തവനാ. അപ്പൊ പശ കൊടുക്കട്ടെ അച്ഛാ? നീ പോയി പോസ്റ്റർ ഒട്ടിച്ചടാ, അവന്റെ കാര്യം അവൻ നോക്കിക്കോളും. പശ കൊടുക്കാൻ പോലും ഇവനൊക്കെ ഇത് സ്ഥിരമാക്കിയാലേ നമ്മുടെ കഞ്ഞൂടിയാ മുട്ടണത്. ഒരല്പം കൊടുക്കാ അച്ഛാ? വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് കേട്ടാ മതി. അവൻ നാട്ടുകാരെ സഹായിക്കാൻ നടക്കുന്നു. എടാ നിനക്ക് പണിയില്ലേ? ഇതൊക്കെ എടുത്തോണ്ട് ഒട്ടിച്ച. ഓ പോയാ, നീ ആ പശയൊക്കെ എടുത്തോണ്ടോ? നമുക്ക് അപ്പുറത്തോട്ട് ഒട്ടിക്കാം. ഇന്നത്തെ കാലത്ത് ഒരുത്തനും ഒരു ഉപകാരവും ചെയ്യാൻ പാടില്ല. ഡെപ്യൂട്ടി മാനേജറുടെയും അക്കൗണ്ടന്റ് ഗീതയുടെയും അവിഹിത ബന്ധം അവസാനിപ്പിക്കുക. അവന്റെ ഒരു പോസ്റ്റർ, ഊരും പേരും ഇല്ലാത്തൊരു പോസ്റ്ററും കൊണ്ട് ഇറങ്ങിയിരിക്കുക അതിനകത്ത്. അതും കുറെ ഉണ്ടല്ലോ. തുണിഞ്ഞ് ഇറങ്ങിയിരിക്കുക മറ്റുള്ളവന്റെ കഞ്ഞിയിൽ പാട്ടയിടാൻ. അച്ഛൻ എന്ത് പണിയായി കാണിച്ചേ? ഇത് നമ്മുടെ സ്ഥലമാണ്, സ്ഥിരമായിട്ട് നമ്മളല്ലേ ഇവിടെ ഒട്ടിക്കണത്. അത് മാത്രമല്ല, അതൊരു തന്തയില്ലാത്ത പോസ്റ്റർ. എത്ര വൃത്തിയുടെ സിനിമകൾക്ക് അച്ഛൻ പോസ്റ്റർ ഒട്ടിച്ചേക്കുന്നേ? അതെന്റെ ജോലിയാ. അയാൾക്ക് ഇതൊരു ജോലിയല്ലേ? ആരോടെങ്കിലും അയാളും കാശ് വാങ്ങിയിട്ടുണ്ടാവൂലേ? ഇത് ഒട്ടിക്കുന്ന കാശ് കൊണ്ട് നാളെ അയാൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലോ? പിന്നെ അച്ഛനും ഒട്ടിക്കണ്ട. ഇത് ഒട്ടിച്ചിട്ട് വേണം നമുക്ക് കഴിയാൻ. ആദ്യം സ്വന്തം കാര്യം നോക്ക്, എന്നിട്ട് മതി പരസഹായം. ചെന്നക്കൊക്കെ 4 നേരം വിഴുങ്ങണമല്ലോ, അത് എവിടെ നിന്നാണ്? പോടാ, കളർഫുൾ ആണല്ലോ മൊത്തം.
ആ കഴിഞ്ഞ പറ ആ പോട്ടെ. ഈ ചാക്കൂട്ടുണ്ട് പെമ്പിള്ളേർ എങ്ങനെയാ നടക്കുന്നേ? ഓരോരോ ഫാഷൻ. ഓരോ ജനറേഷനും മാറ്റണ്ടാവില്ലേ? 60കളിലെ 70 വയസ്സുകാരന്റെ മനസ്സാണോ ഇപ്പൊ നിങ്ങക്ക്? പിന്നെ ഈ ടീനേജേഴ്സിന്റെ കാര്യം എന്ത് പറയാനാ? മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കണം, അത് മതി. വിമൻസ് കോളേജിലെ ടീച്ചറാ ക്ലാസ് മുറികളിൽ ക്യാമറ വെക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചപ്പോ എതിർത്തവരാ. നമ്മുടെ കലാമിന്റെ ശിക്ഷയാ. അപ്പൊ വീഴ്ച കൂട്ടും. അത് വീര്യല്ല കേട്ടോ, വിവേക. അത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ മാത്സ്, ഫിസിക്സ്, ബയോളജി ആളിറങ്ങണം. ശരിയാ. ചേട്ടാ, ഒന്ന് ഇത്തിരി ഒതുങ്ങി കൊടുത്തേ ചേട്ടാ. ആ പഴയ പയ്യനൊന്ന് പോകട്ടെ. ഈശോ വിഷായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇറങ്ങി വാ ചേട്ടാ. എനിക്ക് ഇറങ്ങാൻ തോക്കൂല. ബൈ ബൈ. ആ, കേറ്, 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 കേറ്. ആ കഴിഞ്ഞ പറ ആ പോട്ടെ. ഒതുക്കി കൊടുക്ക്. കുറച്ച് വേഗം ആയിക്കോട്ടെ. അതെ, ഒരു വയ്യാത്ത ആളുകൾ കേട്ടോ. ആരെങ്കിലും സീറ്റ് ഒഴിഞ്ഞു കൊടുത്തേ. ആ പോട്ടെ, 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 പോട്ടെ. എന്തോ സീനാണല്ലോ. അയ്യോ, എന്റെ ഫോൺ. അപ്പൊ ആ പാടത്തിട്ട് ആരോ വെട്ടിക്കൊന്ന മൊത്തം ബ്ലോക്കാ. എടാ സൈഡ് പിടിച്ച് കയറി പോകാൻ പറ്റും നോക്കിയേ. പോകാൻ പറ്റും. ആരാന്നൊന്നും അറിയില്ല. മൊത്തം ചെവി ചോര കിടക്കേ. നോക്കിയെടുക്കടാ. $5 ലക്ഷം ഒരുമിച്ച് കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ കുറേശ്ശെ ചോദിച്ചു നോക്കാം. ഒരു അത്യാവശ്യത്തിന് കാശ് ചോദിച്ചാൽ മുടിഞ്ഞ പലിശയായിരിക്കും. ബ്ലോക്കിലൊന്നും ആരും ഇപ്പൊ കാശ് കൊടുക്കുന്നില്ല. പിന്നെ ഡെയിലി കളക്ഷനിൽ കിട്ടും. അത് നമുക്ക് പറ്റില്ലല്ലോ. ഏയ്, അത് വേണ്ട. ഡെയിലി തിരിച്ചടക്കലൊന്നും നടക്കില്ല. മാസപ്പലിശ നടന്നിട്ടല്ല. പക്ഷേ ഇത് വെള്ളിയാഴ്ചക്കുള്ളിൽ കൊടുക്കാൻ പറ്റിയ വലിയൊരു ആശ്വാസമായിരുന്നു. അമ്മാവന് കൊടുക്കാനുള്ളതാണ്. ആര്? അമ്മാവന് കൊടുക്കാനുള്ളതാ. ചേട്ടൻ ഡയറക്ടർക്ക് ഇന്നലെ രാത്രി കുറെ പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരാം. പ്രസിലെ ഉണ്ണേട്ടനെ ഇടയ്ക്ക് ക്യാഷ് തന്ന് സഹായിക്കുന്നത്. അതാ ഇവിടെ കയറിയത്. രക്ഷയില്ല. ചെക്ക് മാത്രം വെച്ച് ക്യാഷ് തരാൻ പറ്റില്ലെന്നാ പറയുന്നത്. നമുക്ക് വേറെ നോക്കാം. വാ. ആ, അത് ഞാൻ നോക്കിയോളാം. നീ ഫോൺ കട്ട് ചെയ്യ്. ആ, എന്തോ പ്രശ്നമാണല്ലോ. ഒരു ടീം എന്റെ പുറകെ ഉണ്ടെന്നുള്ള മുന്നറിയിപ്പാ. ഇവനെയൊക്കെ പേടിച്ച ജീവിക്കാൻ പറ്റും. വരുന്നിടത്ത് വെച്ച് കാണാൻ ചേട്ടാ. എനിക്ക് ഇപ്പോഴും അത്ഭുതമാ. നീ എങ്ങനെ ഈ അടിപിടി കേസിലൊക്കെ പെട്ടത്? ഇന്നേക്ക് 4 ദിവസമായി ചേട്ടൻ്റെ കൂടെ ഞാൻ വണ്ടി ഓടിച്ച് വരാൻ തുടങ്ങിയിട്ട്. 5 ലക്ഷം രൂപ അത്യാവശ്യമായി വേണമെന്ന് പറഞ്ഞ് വഴി നിന്നിരുന്ന ചേട്ടനെ കണ്ടപ്പോ ഒരു സങ്കടം.
ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ചേട്ടന് ഇത്രയും കട എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് നാട്ടില് ഒരുപാട് കഥകളുണ്ട്. ഇതിന്റെ ഒന്നും സത്യന്യായൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. എടാ ഞാൻ ഉദ്ദേശിച്ചത്... ഓ, അതെനിക്ക് മനസ്സിലായി. ആരെയും ദ്രോഹിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ചേട്ടൻ ഇപ്പൊ വലിയ കടക്കാരനും കുഴപ്പക്കാരനും. അപ്പൊ പിന്നെ എന്റെ കാര്യം പറയാനുണ്ടോ?